നെല്ലിയാമ്പതി പുലയൻപാറയിൽ നിന്നും ആനമടയും പെരിയചോലയും താണ്ടി പറമ്പിക്കുളത്തേക്കുള്ള 32 കിലോമീറ്റർ വനപാതയിൽ വരുന്ന ഭാഗമാണ് സ്വകാര്യ തോട്ടമുടമകൾ വികസിപ്പിച്ചത്. കൃത്യമായി പറഞ്ഞാൽ ആനമടയ്ക്കും പെരിയചോലയ്ക്കും മധ്യേ വരുന്ന 4 കിലോമീറ്റർ. പരിസ്ഥിതിലോല പ്രദേശമായ നെല്ലിയാമ്പതി വനമേഖലയിൽ യാതൊരുവിധ അനുമതിയും തേടാതെയാണ് യന്ത്രസഹായത്തോടെ റോഡിന് വീതി കൂട്ടി ഗതാഗതം സുഗമമാക്കിയ നടപടി. 4 വീൽ ഡ്രൈവ് ജീപ്പിന് മാത്രം യാത്ര ചെയ്യാമായിരുന്ന വഴി ഇപ്പോൾ ഭേദപ്പെട്ട നിലവാരത്തിലേക്ക് ഉയർന്നിട്ടുണ്ട്. 100 കണക്കിന് മരങ്ങളുടെ വേരുകൾ റോഡ് നിർമ്മാണത്തിനായി നശിപ്പിച്ചതായി ദൃശ്യങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു. ഏപ്രിൽ ആദ്യവാരം തുടങ്ങിയ പ്രവൃത്തികൾ ദിവസങ്ങൾക്ക് മുൻപാണ് പൂർത്തിയായത്. ആനമടയിലെ റിസോർട്ട് നടത്തിപ്പുകാരും പെരിയചോലയിലെ 782 ഏക്കർ വരുന്ന സ്വകാര്യ തോട്ടങ്ങളുടെ ഉടമകളുമാണ് ഞെട്ടിപ്പിക്കുന്ന വനം കൊള്ളയ്ക്ക് പിന്നിൽ. 1961 കേരള വനനിയമവും 1980 കേന്ദ്ര വനസംരക്ഷണ നിയമവും പരസ്യമായി ലംഘിച്ചിട്ടും ഇതിനെതിരെ വനം വകുപ്പ് ചെറുവിരൽ പോലും അനക്കിയില്ല. ടാർ വീഴാത്ത ഗ്രാമീണ റോഡുകളേക്കാൾ വിപുലമായ സൗകര്യത്തോടെയാണ് വനമേഖലയിലെ ഈ റോഡ് വീതി കൂട്ടിയിരിക്കുന്നത്. വനം വകുപ്പിന്റെ ഒരനുമതിയുമില്ലാതെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ സ്വകാര്യ തോട്ടമുടമകൾക്ക് ആരാണ് ധൈര്യം പകർന്നത്? സമഗ്ര അന്വേഷണം തന്നെ വേണ്ടിവരും. നെല്ലിയാമ്പതി ആനമടയിൽ നിന്നും CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്.